NSS ആസ്ഥാനത്ത് നമ്മുടെ സുകുമാരൻ നായർക്ക് കലിയിളകി തുടങ്ങിയിരിക്കുകയാണ്. VD സതീശനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. കാണാൻ സമയം ചോദിച്ചിട്ടും കൊടുത്തിട്ടുമില്ല. നേരത്തെ ഇവർ തമ്മിൽ ഒരസലുണ്ട്. ഇങ്ങനെ VD സതീശൻ ആരുടെയും തിണ്ണ നിരങ്ങാൻ പോകാറില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം തിണ്ണ നിരങ്ങാനായിട്ട് വന്ന സുകുമാരൻ നായർക്ക് അങ്ങോട്ടേക്ക് കയറാൻ അനുമതിയും കൊടുത്തില്ല. എന്താകും? ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്ന ഒരു രീതി എനിക്കില്ല എന്ന് വർത്തമാനം പറഞ്ഞായിരുന്നു ആരാ സതീശൻ. അപ്പം അന്നേരം ആ സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷന് മുമ്പത്തെ ഇലക്ഷൻ ഈ തിണ്ണയെ വന്നിരുന്ന് നിരങ്ങിയതാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ചോദിച്ചാൽ മതി. എന്നിട്ട് പറവൂര് ഞാൻ അവിടുത്തെ NSSന്റെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി വോട്ട് യോജിപ്പിച്ച് ജയിപ്പിച്ചിട്ടുള്ളത്. അത് അയാളുടെ ചോദിച്ചാൽ അറിയാം. ഇവിടെ വന്ന ഡേറ്റിൽ അതിന് രേഖയുണ്ട്. അന്ന് ചോദിച്ച് പുള്ളി മറുപടിയൊക്കെ പറഞ്ഞതാണ്. അപ്പം ഏതായാലും ഇതിനകത്ത് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും യാതൊരു റോളും സുകുമാരൻ നായരുടെ ഇല്ല. സുകുമാരൻ നായർക്ക് നായന്മാരെ മുഖ്യമന്ത്രി ആരെ ആക്കണമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേര് പറയാനിരുന്നത് രമേശ് ചെന്നിത്തലയുടെയാണ്. അപ്പം നേരത്തെ രമേശ് ചെന്നിത്തലയാണല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇരുന്ന സമയത്ത് അദ്ദേഹം നായരായിട്ട് പോലും ആ താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് മേടിച്ചു കൊടുത്തൊക്കെ സാറിനും എനിക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. തിരുവഞ്ചൂർ എന്ന് പലപ്പോഴും ചോദിച്ചാൽ തിരുവഞ്ചൂർ എന്തുവാടി നായരല്ലയോ, കറുത്തിരിക്കുന്നുണ്ടാന്നോ അയാളെ നായരായിട്ട് അംഗീകരിക്കാത്ത എന്നുള്ള രീതിയിലൊക്കെ ഒരു ട്രോളുകളൊക്കെ വന്ന. അപ്പം ഇതിനകത്ത് സതീശനെ ആക്ഷേപിക്കുകയും സതീശൻ മുഖ്യമന്ത്രി ആയതിന് ശേഷമുള്ള പ്രസ്താവന, ഇവിടെ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കാണാൻ പോകുന്ന ഒരു അവസ്ഥയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പ്രസ്താവന ഇറക്കിയതാണ്. അന്ന് VD സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് NSS അല്ലെങ്കിൽ NSSന്റെ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം മുഖ്യമന്ത്രി ആരാ എന്നുള്ള രീതി ഒന്ന് അറിയിച്ചതാണ്. കാരണം മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ അനുമതി വേണമല്ലോ. പുള്ളി വിചാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ഒക്കുമെന്ന ഒരവസ്ഥ ഉണ്ടെന്ന് കണ്ടാൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വിലയില്ലാത്തൊരവസ്ഥ വരുമല്ലോ. ഇപ്പൊ VD സതീശൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ VD സതീശൻ വിചാരിച്ചു കാണും VD സതീശൻ എന്നും കേരള മുഖ്യമന്ത്രിയൊക്കെ ആരാണെന്നുള്ള കാര്യം സുകുമാരൻ നായർ ഒന്ന് അറിഞ്ഞോട്ടെ. സുകുമാരൻ നായർ ഇതുവരെ വിളിച്ചെടുത്ത് ചെല്ലുന്ന മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പുള്ളിയുടെ തിട്ടൂരും അനുസരിച്ച് നിൽക്കുന്ന മന്ത്രിമാരും MLA മാരും ഒക്കെ ഉണ്ടാകും. അങ്ങനെ അല്ലാത്ത ഒരാളാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ ഒരു അവസരം കൂടെ പുള്ളി കിട്ടിയതാ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ രണ്ടുപേരും വെള്ളാപ്പള്ളി നടേശനും VD സതീശനല്ല സുകുമാരൻ നായർക്കും VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് താല്പര്യമില്ലല്ലോ. പരസ്യമായിട്ട് അവർ തോപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതിന്റെ ഈ പ്രാവശ്യത്തിന്റെ മുമ്പിലത്തെ പ്രാവശ്യം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചെന്ന് നിന്ന് തോപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചതാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് വെല്ലുവിളിച്ച് അദ്ദേഹത്തോടാണ് അവിടെ അദ്ദേഹം നല്ല ജനപ്രതിനിധിയാണല്ലോ. ആ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവിടുത്തെ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ VD സതീശനെ വിട്ട് വോട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ സുകുമാരൻ നായർ എന്ന് പറഞ്ഞാലും അവിടുത്തെ നായന്മാർ അദ്ദേഹത്തെ വിളിച്ചു വോട്ട് ചെയ്തതാണ്. ഇവരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി ഇപ്പൊ തന്നെ ഗണേഷ് കുമാറിനെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയതല്ല, കാലാവധി കഴിഞ്ഞെന്നും മട്ടിലാണ് പറയുന്നത്. പക്ഷെ ഗണേഷ് കുമാർ ഇയാളായിട്ട് ഭയങ്കര ഉടക്കാം. കാരണം നമുക്കറിയാം ബാലഗോപാലിന്റെ ചേട്ടനെ അറിയാവുന്നതല്ലോ, കലഞ്ഞൂർ മുതൽ മാന്യമായിട്ട് ഒരുപക്ഷെ NSSനകത്ത് നല്ലപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്ടറോട് മുമ്പായിരുന്നു. അടൂർ താലൂക്ക് യൂണിയന്റെ ഡയറക്ടറോട്. കാരണം അദ്ദേഹമാണ് ആദ്യമേ ഈ ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടല്ലോ, ഈ പത്മ കഫേ എന്ന് പറയുന്ന സംഭവത്തിന്റെ തലച്ചോറ് അദ്ദേഹമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആദ്യമേ ഇത് സംസാരിച്ചപ്പോൾ അത് വേണ്ട ഒന്നും ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ റിസ്കിൽ അദ്ദേഹത്തിന്റെ പൈസയ്ക്ക് അദ്ദേഹം കാശ് മുടക്കി തുടങ്ങിയതാണ് അടൂര പത്മ കഫേ. അടൂര പത്മ കഫേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഉടനീളമുള്ള പത്മ കഫേ വിജയകുമാർ സാർ കയറി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം എനിക്കറിയത്തില്ല, കൊള്ളാവോ കൊള്ളത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ അടൂര പത്മ കഫേയിലെ ഭക്ഷണം ഏറ്റവും മുന്തിയ ഭക്ഷണമായിരുന്നു. കാരണം എല്ലാ ദിവസവും ഇദ്ദേഹം അവിടെ വന്നിരുന്ന് കാര്യങ്ങൾ നോക്കി അത് ചെയ്യിച്ചുകൊണ്ടിരുന്നു. കാരണം അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായിരുന്നു. വളരെ ഒന്നാന്തരം ഭക്ഷണം. അദ്ദേഹം ഇറങ്ങിയതിന്റെ പിറ്റേന്ന് തൊട്ട് അവിടുത്തെ ഭക്ഷണം കൊള്ളത്തുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ NSSന്റെ സ്ഥലത്തിന്റെ കൂടെ ഏക്കർ കണക്കിന് സ്ഥലം SNDPയുടെ കൊടുക്കാൻ കിടന്നു. ആ പൈസ അദ്ദേഹത്തിന്റെ കാശ് കൊടുത്ത് മേടിച്ച് ഇതിന്റെ കൂടെ ഇട്ടിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഞാൻ പറഞ്ഞത് NSSന് വേണ്ടി നിന്ന ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പെടലപ്പടക്കോ ഏതാണ്ട് ഒരു കാര്യത്തിന് പുള്ളി പറഞ്ഞത് കേൾക്കാത്തതിന് ഈ പൈസ പോലും തിരിച്ച് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെന്ന്. ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കിയേക്കോ സാറേ. കാരണം ഇതിനകത്തൊരു ജനാധിപത്യ സംവിധാനമൊന്നുമില്ല. ഇദ്ദേഹം അവിടെ ഇരിക്കും, ബാക്കിയുള്ളവർ നിൽക്കും. ഇദ്ദേഹം പറയുന്നത് NSS ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെ തീരുമാനമൊന്നുമില്ല, സുകുമാരൻ നായരുടെ തീരുമാനമാണ്.
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം കൂടെ അഭിപ്രായം ആരാഞ്ഞിട്ട് ആ ഭൂരിപക്ഷ അഭിപ്രായത്തിനകത്ത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനകത്ത് മാറ്റം വരുത്തുന്ന രീതിയൊന്നുമില്ല. പുള്ളി ഒരു കാര്യം തീരുമാനിക്കുക, പുള്ളി അങ്ങ് നടത്തുക എന്നുള്ളതാണ്. അതിനപ്പുറം ആരെങ്കിലും ഒരു കമ്മിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് മറുചോദ്യം ചോദിച്ചാൽ പിറ്റേന്ന് ഡയറക്ടർ തുടങ്ങുകയാണെങ്കിൽ തന്നെ പുള്ളി ഇല്ല. നമ്മളിത് മന്നത്ത് പത്മനാഭൻ ഇത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൊസൈറ്റി സംവിധാനത്തിലും രാജ്യസഭാ സംവിധാനത്തിലും ഇത് കൊണ്ടുവന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ അടിച്ചു പിരിയെന്ന് പുള്ളിക്ക് എന്താ അറിയാം. എൻ്റെ ഇവന്മാരുടെ തൊഴിൽ, നായന്മാരുടെ ഒരു തൊഴിൽ അറിയാമല്ലോ, അത് വെച്ചിട്ട് അടിച്ചു പിരിയെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത് ഒരിക്കലും പൊളിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നില്ല, രാജ്യസഭാ സിസ്റ്റം ആവുന്നില്ല ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഇയാൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഇയാൾക്ക് ആൾക്കാരെ പുറത്താക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. സാധാരണക്കാരനായിട്ടുള്ള ഒരു പക്ഷേ നായന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പന്തളത്ത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ പോളിടെക്നിക് ഉണ്ട്, അതിൻ്റെ അവസ്ഥ ഏതാണ്ട് പൂർണ്ണമായിട്ടും തീരാറായി. അവിടുത്തെ ആ പ്രിൻസിപ്പളൊക്കെ ചെന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യും, ഒരു പൈസ കൊടുക്കത്തില്ല. പണ്ടങ്കാണ്ട് ജാമ്പുവാന്റെ കാലത്തിരുന്ന 3 കമ്പ്യൂട്ടർ അവിടെ ഇരിക്കുന്നു. അത് ഏതാണ്ട് തീരാറായി. അവിടെ ഒരു ഏറ്റവും ആദ്യമേ പ്രിഫർ ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു മെഡിക്കൽ മിഷൻ ഉണ്ടായിരുന്നു, പന്തളം മെഡിക്കൽ. ഏത് ആരായാലും ആദ്യമേ പന്തളം മെഡിക്കൽ മിഷനിലുണ്ട്. ഇപ്പം അതിൻ്റെ അവസ്ഥയും ഏതാണ്ട് പരിതാപകരമായി. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇരിക്കുന്ന പ്രസ്ഥാനങ്ങൾ വേണ്ട വിധത്തിൽ നോക്കി കണ്ട് അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പോലും താല്പര്യമില്ലാതെ അതിനകത്തു നിന്നുള്ള വരുമാനം എടുത്ത് ഇവരൊക്കെ ഇങ്ങനെ ലാവിഷായിട്ടും അവിടെ തീരുമാനമെടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മന്ത്രിമാർ വരുമ്പോൾ അവരെ നിയന്ത്രിച്ചും അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും പരസ്യമായിട്ട് പിണറായി വിജയന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴും CPM-ന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ പോയി കാണാൻ മന്ത്രിമാരുണ്ടായിരുന്നു. ഇതുവരെ സുകുമാരൻ നായരെ പോയി കാണാൻ ഒരു മന്ത്രി ഉണ്ടായില്ല. സാർ ശ്രദ്ധിച്ചായിരുന്നു? മോൻസി ജോസ് വെള്ളാപ്പള്ളിയെ പോയി കണ്ടു, ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. സുകുമാരൻ നായരെ ആര് പോയി കണ്ടു? ഒരാൾ പോയിട്ടില്ല. അല്ലെങ്കിൽ അവിടെ മന്ത്രിയായതിനു ശേഷം നമ്മൾ പലവട്ടം കണ്ടു. രമേശ് ചെന്നിത്തല പോലും എനിക്ക് തോന്നുന്നു സുകുമാരൻ നായരെ കാണുന്നതിന് വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് രഹസ്യമായിട്ട് വല്ലതും പിടിച്ചോ? എന്തായാലും പരസ്യമായിട്ട് ഒരു വാർത്ത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരെ ചെന്ന് കാണുന്നതിന് ഇവിടുത്തെ പുതിയതായിട്ട് ഉണ്ടാക്കിയ മന്ത്രിമാരാരും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ പണ്ട് ഇരുന്ന അല്ലെങ്കിൽ NSSനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന പ്രധാനമായിട്ടും ഈ പറയുന്ന UDFന് അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതിയും അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയും ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി വിചാരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആളല്ല കേരള മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് VD സതീശന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളുമാണ് കഴിഞ്ഞ ദിവസം വാർത്തയിൽ നിന്ന് വരുന്നത്. ഇദ്ദേഹമാണ് പരസ്യമായിട്ട് അയാളുടെ നിവർത്തികേട് നമ്മൾ ആലോചിച്ചോണം. സുകുമാരൻ നായരുടെ നിവർത്തികേട് മന്നത്ത് പത്മനാഭൻ വരുന്നപ്പോൾ അങ്ങനെയാണോ സാറേ? അല്ലെങ്കിൽ നായന്മാരുടെ NSS ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വില നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല ആരിരുന്നപ്പോഴും. മന്നത്തിന്റെ കാലം. അതിനുശേഷം വേറെ എന്തോ കരുണാകരൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. കരുണാകരന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തപ്പോഴാണല്ലോ ഈ കിടങ്ങൂരിനെ അന്ന് ബുദ്ധിപരമായിട്ട് പുള്ളി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബുദ്ധിപരമായിട്ട് പുള്ളി അന്ന് ഹൈക്കമ്മീഷനാക്കി വിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ല. അങ്ങനെ ചെയ്താ അത് അദ്ദേഹത്തിന് ചാണക്യ ബുദ്ധിക്കകത്ത്. അല്ലാത്തപ്പം ഈ പറയുന്ന NSS ജനറൽ സെക്രട്ടറിയെ ഏറ്റവും ആദ്യം വലിയ വലിപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും അല്ലെങ്കിൽ UDF മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം തന്നെ പറയുന്നു, എനിക്കൊന്ന് കാണാൻ അവസരം തരാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന ഗതികേട്. അയാൾ വിളിച്ചു പറയാതെങ്കിലും ഇരിക്കണ്ടേ? നമുക്കൊരു നാണക്കേട് പറ്റിയാൽ നമ്മളത് അറിയിക്കാതെങ്കിലും ഇരിക്കണ്ടേ? അപ്പം അതിന് ശരിയാണോ ശരികേടാണോ എന്ന് പറയാൻ പോലും നായന്മാരുടെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിട്ടില്ലെന്നുള്ളതുമാണ് അതിൻ്റെ രസം. ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ അനുകൂലമല്ല, അത് ശരിയല്ല എന്ന് പറയാൻ ആരുണ്ട്? പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗുകാരൻ ഇറങ്ങിയപ്പോൾ റോഡിൽ ഇറങ്ങി അവർ ഘോരം കത്തിച്ചു വട്ടം. ഏത് ലീഗായാലും വെള്ളാപ്പള്ളിയെ തൊട്ടാ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞാൽ ആരുണ്ട് ഇറങ്ങാൻ? അപ്പൊ ആ സംഘടനയ്ക്കകത്ത് നായന്മാർക്കിടയിൽ ഇദ്ദേഹത്തിന് ഒരു അംഗീകാരവുമില്ല. ഇയാൾ NSS ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതിനോട് സത്യം പറഞ്ഞാൽ സാർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അത്ര തൃപ്തിയില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്ന് വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന, ഇതുപോലെ മതമേലധ്യക്ഷന്മാർ പറയുന്നതിന് വലിയ വില കൊടുക്കുന്ന പാർട്ടിയായിട്ടുള്ള UDF പോലും ഇപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.